ഹലോ വെൽക്കം ബാക്ക്. എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നല്ല അടിപൊളിയായിട്ട് ടേസ്റ്റുള്ള ഒരു ഹൈദരാബാദി ചിക്കൻ ദം ബിരിയാണിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഒന്ന് ഷെയർ ആക്കുന്നത്. അപ്പോൾ ഞാൻ ഫസ്റ്റ് ടൈം ആട്ടോ ഈ ബിരിയാണി ഉണ്ടാക്കുന്നതും കഴിക്കുന്നതും എനിക്ക് ഒരുപാട് ഇഷ്ടമായി. അപ്പോൾ ഉണ്ടാക്കിയപ്പോൾ ഞങ്ങൾക്കൊന്ന് കാണിച്ചു തരാൻ വിചാരിച്ചിട്ടോ. അപ്പോൾ ഇത് ഉണ്ടാക്കാൻ അറിയണവർ അറിയാത്തവരൊക്കെ ഉണ്ടാവും. എന്തായാലും നിങ്ങൾ വീട്ടിൽ സ്കിപ്പ് ചെയ്യാതെ കാണണേ. അപ്പോൾ അതിൻ്റെ നമുക്ക് കുറച്ച് ഉള്ളി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് പാനിലേക്ക്. ഇത് നമ്മൾ ഉള്ളിയൊക്കെ നേരിയ കഷ്ണങ്ങളാക്കിയിട്ട് കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. കട്ട് കുറച്ചിട്ട് പിന്നെ എടുക്കുക. അപ്പോൾ ഞാനൊരു 6 സവാള എടുത്തിട്ടുണ്ട്. ചെറിയ സവാള ആണെങ്കിൽ 6 എടുക്കുക, വലുതാണെങ്കിൽ 4 മതി കേട്ടോ. ഇനി നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഈ ചിക്കൻ ബിരിയാണീൻ്റെ സ്പെഷ്യാലിറ്റി പറഞ്ഞാൽ ഈ ഫ്രൈ ചെയ്ത ഉള്ളി തന്നെയാണ് കേട്ടോ. വേറെ ഉള്ളിയൊന്നും നമ്മളിത് ചേർക്കില്ല, ഈ ഉള്ളി മാത്രമായിട്ട് നമ്മളിത് ചേർക്കുന്നത്. അപ്പോൾ അതൊക്കെ ഫ്രൈ ആക്കി എണ്ണ ഊറ്റി മാറ്റി വേറെ പാത്രത്തേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. ആ ഓയിൽ തന്നെ ഞാൻ കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടി ഒന്ന് വറുത്തെടുക്കണുണ്ട് കേട്ടോ. അപ്പോൾ അതും ഇതാ ഒരു ബ്രൗൺ കളർ ആവണ വരെ ഒന്ന് റെഡിയാക്കിയിട്ട് നമുക്ക് മാറ്റി കൊടുക്കാം. ഇനി നമുക്ക് കുറച്ച് അരി ഒന്ന് കുതിർക്കാൻ വെക്കണം. അപ്പോൾ ഞാനിവിടെ 1 kg വൈറ്റ് ബസ്മതി റൈസ് ആട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് ബസ്മതി റൈസ് ആയിട്ടാണ് കേട്ടോ ഈ ബിരിയാണി ഉണ്ടാക്കുക. അപ്പോൾ നല്ലൊരു അരിയാണ് കേട്ടോ. അപ്പോൾ അത് നല്ലോണം ഒന്ന് കഴുകി വൃത്തിയാക്കി എടുക്കട്ടെ. അപ്പോൾ അതൊക്കെ വൃത്തിയാക്കിയിട്ടുണ്ടായിരുന്നു. ഇനി നമുക്കൊന്ന് കുറച്ച് അധികം വെള്ളത്തിലൊന്ന് സോക്ക് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കാം. അപ്പോൾ അതവിടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് ചിക്കനൊന്ന് മാരിനേറ്റ് ചെയ്യണം. അപ്പോൾ അതിനായിട്ട് ഞാനിതാ ചിക്കനൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കിയിട്ട് ഞാൻ ചിക്കൻ ബിരിയാണി വെക്കാനുള്ള പാത്രത്തേക്കാണ് അവിടെ ഇട്ട് കൊടുക്കുന്നത്. ഇനി നമുക്ക് നേരത്തെ പൊരിച്ച് വെച്ചിട്ടുള്ള സവാളന്ന് പകുതിയോളം നമുക്ക് ചേർത്ത് കൊടുക്കട്ടെ. പകുതിയല്ല 1/4 ഭാഗത്തോളം നമുക്ക് ചേർത്ത് കൊടുക്കുക. ഇത്രയും അവിടെ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ ലാസ്റ്റ് ഗാർണിഷിന് വേണ്ടിയിട്ട്. ഇനി ഇത് നമുക്ക് അതിലേക്ക് ചപ്പ് കുറച്ചധികം അരിഞ്ഞിട്ട് അത് ചേർത്ത് കൊടുക്കാം. പിന്നെ പുതിനയാണ് കേട്ടോ, അതും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് നമുക്ക് പട്ട, ഗ്രാമ്പു, ഏലക്കായ, ജീരകം അങ്ങനത്തെ ഐറ്റംസൊക്കെ, ബേ ലീഫ് എല്ലാ ഐറ്റംസും ഉണ്ട് കേട്ടോ. ഇതൊക്കെ ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ള ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് കേട്ടോ. അത് 2 ടേബിൾ സ്പൂൺ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ പച്ചമുളക് ചതച്ചതും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു 4 പച്ചമുളക് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ആട്ടോ. അപ്പോൾ കാശ്മീരി ചില്ലി പൊടി ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ, എൻ്റെ കയ്യിലില്ലായിരുന്നു. പിന്നെ ഗരം മസാല പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1 ടേബിൾ സ്പൂൺ ആണ് എടുത്തിട്ടുള്ളത്. പിന്നെ ആവശ്യത്തിന് ഉപ്പും നമ്മുടെ തൈര് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ, പുളിക്കനുസരിച്ചിട്ട്. പിന്നെ നേരത്തെ ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ള ആ ഓയിലും കൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കുക. പിന്നെ കുറച്ച് നെയ്യും കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഫ്രൈ ചെയ്തിട്ടുള്ള ഓയിൽ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് സാധാ ഓയിലും ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. പിന്നെ കുറച്ച് കുരുമുളക് പൊടിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട്. ഇനി നമുക്ക് എല്ലാം കൂടി നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നല്ല മിക്സ് ചെയ്യണം. അപ്പോൾ മിക്സിയിലാട്ടോ ഇതിൻ്റെ കാര്യം. നല്ലോണം മിക്സ് ചെയ്തിട്ട് നമുക്ക് മാറ്റിയേക്കാം. അപ്പോൾ ഒരു മണിക്കൂറിൻ്റെ അടുത്തൊക്കെ അവിടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് ചോറൊന്ന് ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ അതിനായിട്ട് കുറച്ച് വെള്ളം വെക്കാം. വെള്ളം ഒന്ന് പിന്നെ നമുക്ക് ഇതിലേക്ക് പട്ട, ഗ്രാമ്പു, ഏലക്കായ, സ്പൈസസും പിന്നെ കുറച്ച് ഓയിലും ആവശ്യത്തിന് ഉപ്പൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നല്ലോണം ഇളക്കി മിക്സ് ചെയ്തിട്ട് തിളക്കണ വരെ ഒന്ന് നമുക്ക് വെയിറ്റ് ചെയ്യാം കേട്ടോ. നമ്മൾ വെള്ളമൊക്കെ തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ അരി ഒന്ന് ഊറ്റിയെടുത്തിട്ടുണ്ടായിരുന്നു. അത് നമുക്ക് വെള്ളത്തിൽ ഇട്ട് കൊടുക്കാം. നല്ലോണം ഇളക്കി മിക്സ് ചെയ്തിട്ട് നമുക്ക് വെന്തിട്ട് ഊറ്റി മാറ്റാം കേട്ടോ. അതിനുള്ള ചിക്കനൊക്കെ ഒന്ന് അടുപ്പത്തേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് നല്ലോണം ഒന്ന് ചിക്കൻ ഇടയ്ക്ക് തുറന്നിട്ട് ഇങ്ങനെ ഇളക്കി മിക്സ് ചെയ്ത് വേവിച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഒരു 50% അടുത്ത് ഒന്ന് വെന്ത് കിട്ടിയാൽ മതി. അങ്ങനെ അത് നമ്മൾ ചിക്കനൊക്കെ ഒരുവിധം വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ചോറൊന്ന് അതിലേക്ക് ഇട്ട് കൊടുക്കട്ടെ. അപ്പോൾ ചോറും റെഡി ആയിട്ടുണ്ടായിരുന്നു. ചോറ് ഒരു 19% അടുത്ത് തന്നെ വെന്തിട്ടുള്ളൂ കേട്ടോ. അത്ര വെന്താൽ മതി. ഒരു 80-90% ആയാൽ മതി കേട്ടോ. ബാക്കി നമുക്കൊരു 15 മിനിറ്റ് ഇനി നമ്മൾ ദമ്മിലിടാനുള്ളതാണ്. പിന്നെ അതാ ചോറൊക്കെ ഒന്ന് ലെവൽ ചെയ്തതിൻ്റെ ശേഷം അതിലേക്ക് ഞാൻ കുറച്ച് ചപ്പും പുതിനയും പിന്നെ നമ്മളെ അണ്ടിപ്പരിപ്പും മുന്തിരിയും വറുത്ത സവാളയും ഒക്കെ ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ, ഒരു ഗാർണിഷിനായിട്ട്. അപ്പോൾ അതൊക്കെ നല്ലോണം ചേർത്തിട്ടുണ്ട്. പിന്നെ അത് കുറച്ച് നെയ്യും കൂടി അതിൻ്റെ മേലെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ബാക്കി ചോറും കൂടി നമുക്ക് അതിൻ്റെ മേലെ ലെയർ സെറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ബാക്കി നമ്മളെ ഐറ്റംസൊക്കെ ഒന്നും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ അതൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് കുറച്ച് നെയ്യും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് സൺഫ്ലവർ ഓയിലും കൂടി അതിൻ്റെ മേലെ അങ്ങനെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഒന്ന് വെള്ളത്തിൽ കലക്കിയിട്ട് അതും ചേർത്ത് കൊടുക്കുന്നുണ്ട്, ഒരു മഞ്ഞ കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ ചോറിന്. അപ്പോൾ അതാ ഒക്കെ സെറ്റായിട്ടുണ്ട്. നമുക്കിത് ഇനി ഒരു 15 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. ചെറിയ തീയിലിട്ടിട്ടാട്ടോ കുക്ക് ചെയ്യേണ്ടത്. അപ്പോൾ അതിൻ്റെ തന്നെ സൈഡൊക്കെ ഒന്ന് ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഫോയിൽ പേപ്പർ ഉണ്ടെങ്കിൽ ഫോയിൽ പേപ്പറായിട്ട് കവർ ചെയ്യാം കേട്ടോ. പിന്നെ ഒരു വെയിറ്റും വെച്ച് കൊടുത്തിട്ടുണ്ട്. ഒരു 15 മിനിറ്റിന് കഴിഞ്ഞിട്ട് നമുക്ക് തുറന്ന് നോക്കാം. അപ്പോൾ അത് നമ്മൾ അടിപൊളിയായിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള ഹൈദരാബാദി ചിക്കൻ ദം ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കാണുമ്പോൾ തന്നെ നല്ലൊരു ഭംഗിയുണ്ട് കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്കിതൊന്ന് ഇളക്കിയൊക്കെ മിക്സ് ചെയ്ത് ഒന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ നമുക്കിനി ചൂടോട് കൂടി തന്നെ സെർവ് ചെയ്യാം കേട്ടോ. അപ്പോൾ
നല്ല രസമുണ്ട് കേട്ടോ കാണാൻ, കഴിക്കാനും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നമ്മൾ സാധാ ചിക്കൻ ബിരിയാണിയുടെ പോലെയല്ല, ഉള്ളിൻ്റെ ഒരു ഫ്ലേവറായിട്ട് എടുത്ത് കാണിക്കുന്ന പൊരിച്ചിട്ടുള്ള ആ ഒരു ഇതാണ് കേട്ടോ ഇതിൽ കിട്ടാൻ പോകണം നമുക്ക്. അപ്പോൾ എന്തായാലും എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാം. പിന്നെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാൻ കൂടി മറക്കല്ല കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. ഓക്കെ, ബൈ.